നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ വിവാദങ്ങൾ, ഏറെ വാക്പോരുകൾ എല്ലാത്തിനും ഒടുവിൽ കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തെ തുടർന്ന് ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിഞ്ഞ് VK പ്രശാന്ത് അദ്ദേഹം മരുതൻകുഴിയിലെ പുതിയ ഓഫീസിലേക്ക് മാറി. ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില അത്യപൂർവ നിമിഷങ്ങൾ ഉണ്ടാകും. അതിലൊരു അത്യപൂർവ നിമിഷം കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരിക്കുന്നു. അതായത് VK പ്രശാന്തിൻ്റെ ഓഫീസിൽ നിന്ന് മാറണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെടുന്നു. ആ ഒരു ആവശ്യത്തെ VK പ്രശാന്ത് എതിർക്കുന്നു. അതായത് BJP LDF പോരാട്ടം എന്ന നിലയിലേക്ക് ആ ഒരു പോരാട്ടത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിനിടയിൽ ശബരിനാഥും VK പ്രശാന്തിനെ, അതായത് കോൺഗ്രസും ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നു. ശബരിനാഥും VK പ്രശാന്തിനെ വിമർശിക്കുന്നു. എല്ലാറ്റിനും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആ ഒരു ഓഫീസിലേക്ക് മാറിയപ്പോൾ 3 പേരും, അതായത് VK പ്രശാന്ത്, അതുപോലെ തന്നെ ആർ ശ്രീലേഖ, ശബരിനാഥ്, ഇവർ 3 പേരും ഒന്നിച്ചു ചേർന്ന് കേക്ക് കട്ട് ചെയ്താണ് പുതിയ ഓഫീസിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അത്യപൂർവമായ നിമിഷമായത് മാറിയിരിക്കുകയാണ്. വിവാദങ്ങൾക്കില്ലെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യമെന്നും ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ ഓഫീസിലേക്ക് മാറുന്നതെന്നും VK പ്രശാന്ത് വീണ്ടും ആവർത്തിച്ചു. പാർട്ടിയുമായി കൂടി ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. വിവാദമല്ല, വികസനമാണ് പ്രധാനം. വട്ടിയൂർക്കാവിൽ മുടങ്ങിപ്പോയ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പോലും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനാണ് ചിലർ ശ്രമിച്ചത്. പുതിയ ഓഫീസിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. 3 മുറികളിലായി MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുമെന്നും യോഗം ചേരാനുള്ള സൗകര്യമടക്കമുണ്ടെന്നും VK പ്രശാന്ത് വ്യക്തമാക്കി. മരുതൻകുഴി ജംഗ്ഷനിലുള്ള ഓഫീസ് രാവിലെ 10 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കും. പുതിയ ഓഫീസിലേക്ക് മാറിയതിന് പിന്നാലെ വെള്ളയമ്പലത്ത് നടന്ന ചടങ്ങിൽ പ്രശാന്തും ശ്രീലേഖയും അതുപോലെ തന്നെ ശബരിനാഥും ഒരുമിച്ച് പങ്കെടുത്തു. കേക്ക് മുറിച്ച് പരസ്പരം കൈമാറി ഇരുവരും സൗഹൃദം പങ്കിട്ടു. കോൺഗ്രസ് നേതാവ് KS ശബരിനാഥിന്റെ സാന്നിധ്യവും വളരെയധികം ശ്രദ്ധേയമായി. ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ശ്രീലേഖ കഴിഞ്ഞ ദിവസം തന്നെ ഓഫീസ് തുറന്നിരുന്നു. 3 നില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസാണുള്ളത്. താഴത്തെ നിലയിലാണ് MLA, വാർഡ് കൗൺസിലർ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത്. MLA ഓഫീസിന്റെ റിസപ്ഷൻ വഴിയായിരുന്നു കൗൺസിലറുടെ ഓഫീസിലേക്ക് പ്രവേശനം. തന്റെ ഓഫീസിന്റെ സൗകര്യം പരിമിതമാണെന്ന് കാട്ടിയാണ് പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി ശ്രീലേഖ രംഗത്ത് വന്നത്. എന്തായാലും ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിഞ്ഞു. അദ്ദേഹം മരുതൻകുഴിയിൽ MLAയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ വൈബ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ്. ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിലെ മുറി ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യമൊക്കെ വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലൊരു വിവാദത്തിലേക്ക് കടന്നിരുന്നു. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് VK പ്രശാന്ത് വ്യക്തമാക്കി. പുതിയ ഓഫീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഇടം എന്നതാണ് ഓഫീസിന്റെ കാര്യത്തിൽ പരിഗണിച്ചത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കുറച്ചുകൂടി സൗകര്യമുള്ള ഓഫീസാണ്. മണ്ഡലത്തിൽ വലിയ വികസനങ്ങൾ നടന്നു. ഇത്തരം വികസന പ്രവർത്തനങ്ങളെ മറച്ചുവെച്ച് വിവാദങ്ങളെ ഉയർത്തിക്കാട്ടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് താൻ സംശയിച്ചു. അതിന്റെ കൂടെ ഭാഗമായാണ് ഓഫീസ് മാറിയത്. സംഘടിതമായ അവസരമായി കണ്ടുകൊണ്ട് ചിലർ മുന്നോട്ട് വരികയാണ്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഓഫീസ് മാറുന്നതായിരിക്കും നല്ലതെന്ന് തീരുമാനമെടുത്തത്. പാർട്ടിയോടും വട്ടിയൂർക്കാവിലെ ജനങ്ങളോടും ആലോചിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം. അത് നന്നായി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. MLA കാണാൻ 200 പേരെങ്കിലും ദിവസവും വരുന്നുണ്ട്. ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇടമാണ് പുതിയ ഓഫീസ്. സോഷ്യൽ മീഡിയയിലെ ട്രോളുകളെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. തോൽവി സമ്മതിച്ച് മടങ്ങുകയാണോ എന്ന ചോദ്യത്തിന് അത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി. 100 കണക്കിന് ആളുകൾ വിളിച്ച് നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു. കാരണം വിവാദത്തിന് പോയി ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് കീഴടങ്ങലായി വ്യാഖ്യാനിക്കുന്നവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. കിടക്കയുമൊക്കെ ഇറക്കി വരുന്നു, ഇങ്ങനെ ഇറക്കി വിടണമെന്ന ആഗ്രഹം പലർക്കുമുണ്ടല്ലോ. തൽക്കാലം അവർ സന്തോഷിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഭാവിയിൽ ആലോചിച്ച് തീരുമാനിക്കും. ഇത്തവണ കഴക്കൂട്ടത്താണോ മത്സരമെന്ന ചോദ്യത്തിന് എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു VK പ്രശാന്തിന്റെ മറുപടി. മേയറായത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പാർട്ടി പറഞ്ഞിട്ടാണ്. ഇനിയും പാർട്ടി തീരുമാനത്തിനൊപ്പമെന്നും പ്രശാന്ത് പറഞ്ഞു. അതേസമയം നമുക്ക് ഒരിക്കൽ കൂടി ചില ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വിശാലമായ ഒരു ഓഫീസ്, അതായത് കൗൺസിലർ ഓഫീസ് ശ്രീലേഖയ്ക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അത് കിട്ടിയിരിക്കുന്നു. ഈ ഒരു വിവാദമുണ്ടായ സമയത്ത് അവർ ആ ഒരു കെട്ടിടത്തിൽ തന്നെ ഒരു മുറി തിരഞ്ഞെടുത്തിരുന്നു. അത് തീർത്തും അസൗകര്യങ്ങളുള്ള ഒരു മുറിയായിരുന്നു. ആ മുറിയിൽ നിന്നും മലയാളി വാർത്തയോട് അന്ന് അവർ പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. ആ ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ അവസാനമായി ഒരിക്കൽ കൂടി പോവുകയാണ്. എന്തായാലും വിശാലമായൊരു മുറി അവർക്ക് കൗൺസിലർക്ക് തുറന്ന് കിട്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് മുന്നേ ആ ഒരു പരിമിതമായ അവസ്ഥയെക്കുറിച്ച് മലയാളി വാർത്തയോട് അന്ന് പ്രതികരിച്ചതും ആദ്യത്തെ ആ മുറിയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാനൊരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ, ഉടനെ വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ച് വെച്ചത് അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ അതിനെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണും അറിയില്ല. പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ല ഇതിനകത്ത്. മാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്, ഒരു വനിതയാണ്.
അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന് സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, വികലാംഗരായിട്ടുള്ളവർക്ക്, വീൽചെയറിലിരിക്കുന്നവർക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും. അതൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും. പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞ് വരുമല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ, എനിക്കൊരു കത്തെഴുതി അവരുടെ കൈ കൊടുത്തു വിടുമോ, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുക്കുകയോ വിളിച്ച് പറയുമ്പോൾ ചെയ്യേണ്ട ഒരു സൗകര്യം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലമല്ല. പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എനിക്ക് എവിടെ പോകണമെന്നും അറിയില്ല. കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ഫയലും സാധനം വെച്ചത് കൊണ്ട് വെള്ളം പോലും ഇല്ല അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം, കുടിക്കാൻ വെള്ളം വെക്കാനുള്ള സംവിധാനം, അങ്ങനെ ആരെങ്കിലും വന്നാ ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. 80 ആണ്. ബാത്റൂം ഉൾപ്പെടെയാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതുപോലെയുള്ള ഒരു മുറിയുടെ വളരെ പ്രയാസമായിരിക്കും, ശ്വാസം മുട്ടും. അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും MLA യുടെ മുറിയിലും ഒക്കെ AC വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അതും ഇല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് AC എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു. പക്ഷെ അതും ഇല്ല. അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചെലവൊക്കെ വഹിച്ച് അതിന്റെ കറന്റും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ. പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, AC ഇല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റ് 350 സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളാന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമല്ലോ. കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ആ ഫുൾ ഏരിയ. ഇത് ബാത്റൂമിന്റെ ആന്റി റൂം എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം. നിങ്ങൾ നിങ്ങൾക്ക് മുകളിൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂമും റെസ്റ്റ് റൂമും, പിന്നെ അതാണ് ബാത്റൂം. അതൊരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും വിവാദമാണല്ലോ. അദ്ദേഹം അതൊരു പാർട്ടീഷൻ ചെയ്ത് 2 AC ഒക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട്. അപ്പോ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല. മധുസൂദൻ നായർ വന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ശീലം ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാനൊരു 2 മാസത്തേക്ക് ശ്രമിച്ചു, പറ്റാത്തതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങള് രാവിലെ തന്നെ വന്നിട്ട് മാം ഇവിടെ വന്നോ, പ്രശാന്ത് സാർ വന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് പ്രശാന്ത് സാർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവും, ഒരു നിശ്ചിത സമയത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവും. ശ്രീലേഖ മാം ആണെങ്കിലും ഇതിനു മുമ്പുള്ള BJP കൗൺസിലർ ആണെങ്കിലും അവർ വരുന്നോ പോകുന്നോ എന്നുള്ളത് ഞങ്ങളാരും കാണാറില്ല എന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ? അവരെ വരാൻ സമ്മതിക്കാറില്ലാത്ത കാരണം നിങ്ങൾ അറിയാം, ഇവരുടെ ഓഫീസിന്റെ അകത്തൂടെ കയറിയാ വരേണ്ടത്. പുറത്തിരിക്കുന്ന ഈ 2 ബൗൺസർമാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അവരിയ്ക്കുമ്പോൾ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എൻ്റെ ഓഫീസിലേക്ക് വരാൻ. അപ്പൊ പ്രശാന്തിന്റെ ഓഫീസിന്റെ നടുക്കൂടെ കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പഴയ കൗൺസിലർമാർ വരാത്തത്. പക്ഷെ എനിക്കിവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ വരും, ഞാൻ രാവിലെയും വരും, ഉച്ചയ്ക്കും വരും. കുറച്ച് സമയം 1.5-2 മണിക്കൂറെങ്കിലും വരും. ബാക്കി സമയങ്ങൾ എനിക്ക് പല പരിപാടികളുണ്ട്. നേരത്തെ ഇത് ഒരു അക്ഷയ കേന്ദ്രമോ സാക്ഷരതാ മിഷനോ അല്ലാണ്ട് പണ്ട് കൗൺസിലർ അവിടെ ഇരിക്കുമ്പോൾ ഇതിവിടെ സാക്ഷരതാ മിഷനോ അക്ഷയ കേന്ദ്രമോ എന്തോ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ബോർഡിൽ. ഇതിപ്പോ കഴിഞ്ഞ ദിവസം പ്രശാന്ത് സാറ് പ്രതികരിച്ചത് കണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും പറയുന്നത് ഇപ്പോ മേയർ കസേര കിട്ടാത്തതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ദേഷ്യം തീർക്കുകയാണ്. പിന്നെ ഇതിനു മുമ്പ് മാമിന്റെ ഒരു പൊസിഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു പൊസിഷനൊക്കെ വെച്ചിട്ട് ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ് എന്ന തരത്തില് പൊതുവെ നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളും ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു വിവാദത്തിലേക്കൊക്കെ കൊണ്ടുവിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരോടൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അവരോടൊന്നും എനിക്ക് മറുപടി ഇല്ല. അവരവരുടെ ഭാഷയിൽ പറയും, ഞാൻ എൻ്റെ ഭാഷയിൽ സൗമ്യമായിട്ട് പറയുന്നു. എനിക്ക് ഇരിക്കാനുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരും. ഒരു വനിതയാണ്, ഒരു വനിതാ കൗൺസിലറായിട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ആസ് എ ജനപ്രതിനിധി, ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു MLA ആണല്ലോ, ജനസേവനമാണല്ലോ അദ്ദേഹത്തിന്റെ കർത്തവ്യം. അപ്പൊ ഞാനും ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പെടുത്തിക്കൊണ്ട് എന്നെ കൂടെ ഒരു സേവനം ചെയ്ത് തന്നൂടെ എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിലും രീതിയിലും അത് പ്രതികരിച്ചു. അതന്നെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല.